ഈ താങ്കളുടെ പാർട്ടി കേരളം മൊത്തമുള്ള ഒരു പാർട്ടി ആയിരിക്കും, അത് മലപ്പുറത്തും ഈ കോഴിക്കോടും പാലക്കാടൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുക. അപ്പോൾ വിപുലമായിട്ട് കേരളം മൊത്തം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി എന്താണ്? നമ്മൾ ഈ പറയുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങളോടാണല്ലോ. അതൊരു മലപ്പുറം പാർട്ടി, കൊണ്ടോട്ടി പാർട്ടി, കേരള പാർട്ടി, മലബാർ പാർട്ടി ഒന്നുമില്ല. നമ്മൾ കേരളത്തിലെ, ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ എന്താ പറയുക നിലപാടിനുമനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ ദേശീയ പാർട്ടികൾ പലരും സഹകരിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഇന്നലെ ഞാൻ 2-3 തിരുമേനിമാരെ പോയി കണ്ടു, ബിഷപ്പ്മാരെ, ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുള്ള വിഷയങ്ങൾ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം. ഇപ്പോൾ ഞാൻ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു വിഷയമാണ് ഈ മലയോര മേഖലയിലെ ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗശല്യം. അപ്പം ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ സമൂഹമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇതേ മനസ്സിലാണ്. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളോടൊപ്പം എനിക്കല്ല പിന്തുണ, വിഷയത്തിനാണ് പിന്തുണ. അതാ മനസ്സിലാക്കേണ്ടത്. മലയോര കർഷകൻ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിരുന്നത് ഈ മലയോര വിഷയം താങ്കൾ സീരിയസ് ആയി ഉന്നയിക്കുകയാണെങ്കിൽ അത്തരം ഒരാളുകളുടെ പിന്തുണ വലിയ തോതിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഇപ്പം നിങ്ങളിരിക്കുന്ന മലൻ്റെ മുകളിലാണ്, ഈ വീട് നിൽക്കുന്ന മലൻ്റെ മുകളിലാണ്. ഈ മല ഇങ്ങനെ കയറി മേലോട്ട് പോകണം. പാറാൽ എന്ന് പറഞ്ഞ മലയത്, ആ മലേൻ്റെ ഇവിടുത്തെ എൻഡിലാണ് നിൽക്കുന്നത്. അപ്പം മലയോര വിഷയം നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ജനിച്ച് വീണ മണ്ണ് തന്നെ മലയോരാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കണ്ണ് തുറന്നാൽ കാണുന്ന ഈ കുന്നുമലകളാണ്. ആ വിഷയം നമ്മൾ ഏറ്റെടുക്കും. അല്ല പാർട്ടി സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആൾ തന്നെ. അല്ലല്ല, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സാധുക്കളെ പേരുണ്ട്. ആ സാധു ഇല്ലെങ്കിൽ തന്നെ ആരോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടങ്ങാറായി എനിക്ക് എന്നെ കുറേ തെറി വിളിക്കേണ്ടി വന്നു, എൻ്റെ കൂടെ അല്ല എന്നാക്കാൻ വേണ്ടി. ഞാൻ ആ സാധുവിനെ വിളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞാൽ ഈപ്പിനെ പോലും വിളിക്കാൻ കാരണം ഞാൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇവരെയൊക്കെ വിളിച്ചാൽ ഇതിങ്ങനെ ഒരു കൂടിയാലോചനയുടെ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. വെറുതെ ഒരു കാര്യമില്ല, അവർ അതിൽ കുടുങ്ങേണ്ട ആഴ്ച ഒരാളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പാവം പീസക്കാവ് കുറേ എന്നെ തെറി വിളിക്കേണ്ടി വന്നത്. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നത് അദ്ദേഹം പറയുന്നത് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അല്ല, അതാ ഞാൻ പറഞ്ഞത്, എനിക്കല്ല പിന്തുണ. ഇപ്പോൾ തിരുമേനിമാർ പിന്തുണക്കുന്ന എന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉന്നയിച്ച വിഷയം ഈ പൊതുസമൂഹം പിന്തുണക്കുന്ന എന്നെയല്ല, ഈ വിഷയങ്ങളെയാ. ഇപ്പോൾ കെ സി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി പറയുന്നത് എന്താ? അൻവർ ഉന്നയിച്ച വിഷയങ്ങളോട് ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ ആ വിഷയങ്ങൾ ശരിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ ശരിയാണ്. ഇപ്പോൾ ജോസ് കെ മാണിയോട് പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അദ്ദേഹം പറയും. ജോസ് കെ മാണിയോട് നിങ്ങൾ ചോദിക്കും, ഈ മലയോര വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ഈ കർഷകരുടെ വിഷയം മാത്രമല്ല, ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാടുകളിൽ താങ്കൾ തൃപ്തനാണോ എന്നൊരു ചോദ്യം നിങ്ങൾ ഈ മലയോര കോൺഗ്രസിൻ്റെയും കൂടി നേതാവായ ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെ മകനോട് നിങ്ങളൊന്ന് ചോദിക്കും. അദ്ദേഹം തൃപ്തനാവില്ല, അതേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. കാരണം അത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് വരുന്ന കാര്യമല്ല. എനിക്ക് അങ്ങോട്ടും പോകൽക്ക് ഇങ്ങോട്ടും വരാം. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാലോ. പാലം ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലസ് ആയിട്ട് നടക്കാം. ഈ മലയോര മേഖലയിൽ പ്രശ്നം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി സ്വാഭാവികമായി വനംവകുപ്പിനെതിരെ പറയേണ്ടി വരും. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ വിഷയങ്ങൾ വരും. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു പരിസ്ഥിതിക്കെതിരെയുള്ള ഒരാളെന്ന രീതിയിൽ വീണ്ടും ചിത്രീകരിക്കപ്പെടും. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. അപ്പം അതൊന്നും എന്താ പറയുക, കരിവാരി തേച്ചിട്ട് ഞാൻ ഓടിക്കളയുന്ന ആരും വിചാരിക്കണ്ട. ജയശങ്കരം കരിവാരി തേക്കാൻ വന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്തായി? നന്നായി അദ്ദേഹം അല്ലേ? അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ MLA എന്ന 3 അക്ഷരത്തിൽ തളച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കൂട്ടിയേ വേണ്ട. ആ തളച്ചിടലിൽ ഞാൻ നിൽക്കില്ല. ഞാൻ മാന്യമായ മനുഷ്യരോട് മാന്യമായി പെരുമാറും. ഗുണ്ടകളോട് അതിഗുണ്ടയായി പെരുമാറും. സാധുക്കളോട് അതിസാധുവായി പെരുമാറും. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. PV അൻവറിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പം ഞാൻ നല്ലവനായില്ലെങ്കിൽ ഞാൻ നല്ലവനാണെന്നുള്ള വാദം എനിക്ക് ആദ്യം മുതലേ ഇല്ല. എന്നോട് ഈ സമൂഹത്തിനോട് എങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറുന്നവരോട് അങ്ങനെ തന്നെ പെരുമാറും. അതാണ് കുത്തുമ്പോൾ കൊമ്പനോട് കുത്തുന്ന് പറഞ്ഞല്ലോ. കൊമ്പൻ വന്ന് കുത്തിയപ്പോൾ എന്തായി? ആ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷെ കുത്തുന്നത് ന്യായത്തിന് വേണ്ടിയാവണം.
ആ ന്യായമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കുത്തും. അത് എത്ര കൊമ്പന്മാർ അപ്പുറത്തുനിന്ന് വന്നിട്ട് മറ്റേ കുങ്കിയാനുണ്ടല്ലോ, ഒരു 10-15 കുങ്കിയാനപ്പം റെഡി ഉണ്ടല്ലോ എന്നെ കുത്താൻ. എന്നിട്ടിപ്പോൾ എന്തായി? 4 ചാനലിരുന്ന് കുത്തി നോക്കുന്നുണ്ടല്ലോ. എവിടെയാണ് പൊളിയുന്നത്? പിന്നാമ്പറ പൊളിയുന്നത്. അത്രേ ഉള്ളൂ അതിൽ. KTJ താങ്കൾ പിന്തുണമായി വരുന്നു. പിന്നീട് KTJ പൂർണ്ണമായും താങ്കളെ ഇപ്പോൾ തള്ളിപ്പറയുന്നു. ഇപ്പോൾ താങ്കളുടെ പിന്നീട് താങ്കൾ പിന്തുണയ്ക്കുന്ന ഒരു കണ്ണൂരിലെ പ്രബലനായ നേതാവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നാളെ അവരെയും പാർട്ടി ഡീല് ചെയ്യില്ലേ? ജലീലിൽ നിന്ന് പിന്തുണ പിൻവലിച്ചിട്ടില്ലല്ലോ. ജലീൽ ഏത് കാര്യത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ADGP അജിത് കുമാറും സുജിത്നാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PV അൻവർ പറയുന്നതിനോടൊപ്പമാണ് ഞാൻ. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഞാനില്ല. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഞാനില്ല. അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ? ആയിക്കോട്ടെ, പാർട്ടി ആവശ്യപ്പെട്ട പ്രചരണത്തിന് എതിരുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ കാര്യമല്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യത്തിലല്ലേ ഉണ്ടാവുള്ളൂ. അത് നടത്തട്ടെ തന്നെ. അത് നമ്മൾ നല്ല സുഹൃത്തല്ലേ. പ്രചരണത്തിന് നമുക്ക് നല്ല കൈകൊട്ടി പിന്തുണ കൊടുക്കാം. എന്തിനാണ് നിങ്ങൾ ആകെ കണ്ണൂരിൽ ജയരാജന്മാർ മാത്രം? ആ സാധുക്കൾ എവിടെ ഇരുന്നോട്ടെ. അദ്ദേഹത്തിന് ഒരു അകൽച്ചയുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ കണ്ണൂരുണ്ടല്ലോ. EP അല്ലേ? അതൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. അവർക്കൊക്കെ ഈ രാഷ്ട്രീയത്തിന് എങ്ങനെ മാറിയിക്കാൻ പറ്റുക? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് പാർട്ടി സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും ചർച്ച ആ പാർട്ടിയിൽ ഇപ്പോൾ എന്തും തീരുമാനിക്കാൻ കഴിയുന്ന ശേഷി ഒരാൾക്കുണ്ടല്ലോ. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതൊക്കെ നടക്കും. ഇതൊന്നും ഇപ്പോൾ ഒരു അത്ഭുതകരമായി തോന്നണ്ട. അല്ലാതെ ആര് അദ്ദേഹത്തെ അത്രയും ശേഷിയുണ്ട്. ഞാനത് കുറച്ച് കാണില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു സീറ്റ് BJP ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് BJPയുടെ കഴിവാണ്. അതിന് അത് ഉണ്ടാക്കി കൊടുക്കുന്നവരെ, അതിന് സഹായിച്ചവരെ തേടേണ്ടത്. അതിന് BJPയുടെ നെഞ്ഞത്തല്ലേ കയറേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് ഇട്ടാൽ എല്ലാ ഗെയിമും എല്ലാവരും കളിക്കും. അവർ ബുദ്ധിപരമായി കളിച്ചു. അതിന് ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഈ പോലീസിനെയുമാണ് ഉപയോഗിച്ചത്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അല്ല BJPക്ക് ഒരു സീറ്റ് കിട്ടിയതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അത് അവരുടെ മിടുക്ക്. ആ മിടുക്കിന് കൂട്ട് നിന്ന് ഈ കള്ളക്കളി നടത്തിയ പോലീസും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും അവരെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ അതിൽ യാഥാർത്ഥ്യം? അസമിക